ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതിൻ്റെ ഈ പുറകെ കാണുന്ന ഈ വാളുണ്ടല്ലോ, അത് നമ്മളൊന്ന് സെറ്റാക്കാൻ പോവുകയാണ്. അതൊന്നും നോക്കണ്ട, നിങ്ങൾ തീരെ നോക്കണ്ട, നമുക്ക് വീണ്ടും റിനോവേറ്റ് ചെയ്യാനുള്ളതാണ്. കുറച്ച് ബ്ലഷ് വെച്ചാലോ. കൊള്ളാം, കുഴപ്പമില്ല. അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോയാലോ. ഈ ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് വെച്ച് നോക്കാം. എൻ്റെ പഴയ ഒരു ഡയറിയിലെ പേപ്പറായിരുന്നു. സോ ഇത് നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. ഒരു വിൻറ്റേജ് സ്റ്റൈലും ഉണ്ട്, നോക്കാം. സോ എൻ്റെ പഴയ ഒരു ഡയറിയിലെ പേപ്പറാണ് കേട്ടോ, സെറ്റാവുമെന്നാണ് തോന്നുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ബട്ടർഫ്ലൈസിൻ്റെ ഈ ഒരു 2 പേപ്പറാട്ടോ, അത് വെട്ടിയെടുക്കാനുള്ളതാണ്. ഞാൻ കഴിഞ്ഞ തവണ കട്ടപ്പനയിൽ പോയപ്പോൾ അതിൻ്റെ കോപ്പി എടുത്ത് വെച്ച് എന്തായാലും നന്നായി. അങ്ങനെ ഒന്ന് പിൻട്രസ്റ്റിൽ നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ അത് ചെയ്യാമെന്ന് എന്തായാലും വിചാരിച്ചു. ഇങ്ങനെ ആയിട്ടോ ഞാൻ ഫസ്റ്റ് വെട്ടിയെടുത്തത്. എന്നിട്ട് ഇത് ലെയറാക്കി എടുത്തിട്ട് ഓരോന്നോരോന്ന് വെട്ടി എടുക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ തന്നെ ബോറാണ്. എന്തെങ്കിലും ക്രാഫ്റ്റോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ സാധാരണ എന്തെങ്കിലും ആനിമി മൂവീസോ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് അതിനകത്ത് ഇതുപോലെ ഒരു സംഭവം കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ അവിടെ മൊത്തവും പൊട്ടിപ്പൊളഞ്ഞിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ സെറ്റാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ ബട്ടർഫ്ലൈസും വെട്ടി ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിനൊരു പീസ്ഫുൾ ആവാനും, പിന്നെ മാത്രമല്ല നമ്മളിതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് എന്താണ് മൈൻഡൊന്ന് ഫ്രഷ് ആവും. എന്തോ വലിയ സംഭവം ചെയ്യും, എനിക്കെന്തോ വലിയ സംഭവം ചെയ്ത പോലെയാണ് ഈ സംഭവമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് വെക്കുമ്പം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ആ ചെയ്തതിൻ്റെ ഒരു ഇത് സത്യം പറഞ്ഞാൽ നീറ്റ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഇതുപോലെ പിന്നെയും ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഇതുപോലെ ചെയ്തു തുടങ്ങുന്നത്. നീറ്റ് എക്സാമിൻ്റെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോസായിട്ട് പറയാം കേട്ടോ. അപ്പം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പാട്ടൊക്കെ വെച്ച് വൈബ് അടിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാനങ്ങനെ പശയും ആ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണേ. ഈ ബട്ടർഫ്ലൈസിനോട് മാത്രം ഉണ്ടല്ലോ എനിക്കെന്തോ വല്ലാത്തൊരു ഒരു ക്യൂരിയോസിറ്റിയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഞാൻ ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ ചിറക് കണ്ടാൽ അത് പൊഴിഞ്ഞു പോകില്ല. അപ്പം ആ ഒരു ചിറകൊക്കെ എടുത്ത് ഞാൻ എൻ്റെ പണ്ടത്തെ ജേണൽ ബുക്ക്, അതായത് അന്ന് നമുക്ക് ജേണൽ ബുക്കാണെന്നൊന്നും അറിയത്തില്ലല്ലോ. സോ നമ്മൾ അതിനകത്ത് ഞാനിങ്ങനെ ഒട്ടിച്ചൊക്കെ വെക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും, അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കെന്തോ പ്രാന്താണെന്ന് തോന്നുന്നു അതൊക്കെ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും എനിക്ക് ആ വട്ടം ഉണ്ടായിരുന്നു. എൻ്റെ കോളേജിലെ ഡയറി എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ. അത് ഒട്ടിച്ച് വെച്ചേക്കുന്നു, ഫ്ലവേഴ്സിൻ്റെ ആണെങ്കിലും എല്ലാം. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, അതായത് അതൊരു വിഷൻ ബോർഡായിട്ട് എടുക്കാം. നമ്മുടെ ഈ ഒരു മന്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതെല്ലാം ചെയ്യാനുള്ള ഒരു വിഷൻ ബോർഡാക്കി എടുക്കാമെന്നൊരു ഐഡിയ എനിക്കിപ്പോഴാണ് വന്നത്. സോ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവസാനമായിട്ട് ആ ബട്ടർഫ്ലൈയും കൂടി ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.